എനിക്ക് യുണൈറ്റഡ് നേഷൻസിന്റെ മിലിറ്ററി ഒബ്സർവർ ആയിട്ട് പോകാനുള്ള ഒരു ഭാഗ്യമായിരുന്നു കിട്ടിയത്. അതിന്റെ സെലക്ഷൻ ചെയ്ത് നമ്മളെ ഡെപ്യൂട്ടേഷനിൽ വിടുകയാണ്. അപ്പോൾ കുറച്ച് പേര് മാത്രമേ അങ്ങനെ പോകാറുള്ളൂ പുറത്ത് പല രാജ്യങ്ങളിൽ. ഞാൻ പോയത് കോങ്കോയിലായിരുന്നു. അപ്പൊ അന്ന് അവിടെ ധാരാളം അടി നടക്കുന്ന ഒരു സമയത്ത് അപ്പൊ നമ്മളെ മിലിറ്ററി ഒബ്സർവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടി നോക്കി അതിന്റെ റിപ്പോർട്ട് ചെയ്യുന്ന ഉള്ള രീതിയും അപ്പൊ അതിന്റെ പരിഹാരം കാണുമ്പോൾ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അത് എൻഷുർ ചെയ്യാനുള്ള റോളാണ് യുണൈറ്റഡ് നേഷൻസിന്റെ മിലിറ്ററി ഒബ്സർവേഴ്സിന് ചെയ്യുന്നത്. അപ്പൊ അന്ന് ആ ഒരു സമയത്ത് ഞാൻ ജോലി ചെയ്ത സമയത്ത് അവിടെ നമ്മളെ കൂടെ പാകിസ്ഥാനിയും UK പിന്നെ പാരഗ്വേ അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അപ്പൊ ഇൻഫാക്ട് എന്റെ ഓഫീസിൽ ഞാൻ ഇവിടെയും എന്റെ നേരെ ഓപ്പോസിറ്റ് പാകിസ്ഥാനി ഒരു ഓഫീസറും ഞങ്ങൾ ഇടയ്ക്ക് ഒരു ബ്രിട്ടീഷ് ഓഫീസറായിരുന്നു ഇരിക്കുന്നത് ആ ഒരു സമയത്ത്. ആ സമയത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദിയിലും ഉറുദുവിലും സംസാരിക്കും, ധാരാളം സംസാരിക്കും. അപ്പൊ ഈ ബ്രിട്ടീഷ് ഓഫീസർ എപ്പോഴും ചോദിക്കും, നിങ്ങൾ എന്തോ ചെയ്തു, നിങ്ങൾ അവിടെ ഭയങ്കര അടിയാണല്ലോ, പക്ഷെ ഇവിടെ വന്ന് നിങ്ങൾക്ക് സംസാരിച്ചാലും കഴിയത്തില്ലല്ലോ എന്നൊക്കെ പുള്ളി സംസാരിക്കുമായിരുന്നു. അതുപോലെ തന്നെ അവിടെ വെച്ച് ഒരു പാകിസ്ഥാനി ഓഫീസേഴ്സ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. കാരണം അത് ആ ഒരു ഇന്റർനാഷണൽ എൻവയറമെന്റ് അങ്ങനെയാണ്. എന്റെ തന്നെ ഡെപ്യൂട്ടി GOC ആയിരുന്നുള്ളത് ഒരു ബ്രിഗേഡിയർ ജനറൽ ഫാറൂഖ് ബഷീർ എന്ന് പറഞ്ഞ ഒരു ഓഫീസറായിരുന്നു. ഞങ്ങളുടെ ജനറൽ GOC എന്ന് പറഞ്ഞ ഇന്ത്യൻ ഓഫീസർ അഗൈൻ ജനറൽ ബിക്രം സിംഗ്, അദ്ദേഹം പിന്നീട് ആർമി ചീഫ് ആയിരുന്നു. ഇതിനു മുൻപുള്ള പാകിസ്ഥാനി ചീഫ് ജനറൽ കമർ ബാജ്വ, അദ്ദേഹം ആ സമയത്ത് ബ്രിഗേഡിയർ ആയിരുന്നു. അപ്പൊ അദ്ദേഹം ഇടയ്ക്ക് നമ്മുടെ അടുത്ത് ഒന്ന് ചോദിക്കാൻ സംസാരിക്കും, ഹിന്ദിയിലൊക്കെ വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഓഫീസറായിരുന്നു. അപ്പം ഈ ബ്രിഗേഡിയർ ഫാറൂഖ് ബഷീറാണ് എന്റെ UN മെഡൽ എനിക്ക് ചെസ്റ്റിൽ വെച്ച് തന്നത്. അപ്പൊ അത് വളരെ ഒരു അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഇന്ത്യൻ ഓഫീസറിന് ഒരു പാകിസ്ഥാൻ ഓഫീസർ ഒരു മെഡൽ കൊടുക്കുക. സാധാരണ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബുള്ളറ്റ് മാത്രമേ എക്സ്ചേഞ്ച് ചെയ്യാറുള്ളൂ, റൈഫിലിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെടികൾ. പക്ഷെ അതൊരു അദ്ദേഹം അന്ന് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, അങ്ങനെ അതുകൊണ്ട് അത് ചെയ്തു. അപ്പൊ തീർച്ചയായിട്ടും അവിടെ വെച്ച് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. കാരണം അവിടെ ആ ഒരു എൻവയറമെന്റ് ഇന്ത്യൻ ആർമി ഓഫീസേഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സ് ആയാലും ശരി ബാക്കിയുള്ള ഓഫീസേഴ്സിനെ കുറിച്ചും വളരെ ഹൈലി നല്ലൊരു മതിപ്പാണ് ആ ഒരു ഏരിയയിൽ അവിടെ ഉള്ളത്. ഒന്നത് നമ്മുടെ സെലക്ഷൻ ബേസിലാണ് നമ്മളവിടെ പോകുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സും ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്ഥലത്ത് എപ്പോഴും അവിടെ ഇന്ത്യൻ ഓഫീസേഴ്സ് തന്നെ ആയിരിക്കും കാണുന്നത്. അത് പാകിസ്ഥാനി ഓഫീസേഴ്സ് എന്ന് അറിയാം. അപ്പൊ അവർക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവർ നമ്മുടെ അടുത്ത് തന്നെ വരികയും ചെയ്യും. ബിക്കോസ് അവർക്ക് നമ്മളെ വർക്ക് എത്തിക്സും നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആൻഡ് ഓൾസോ നമ്മളെ ഈ ഓപ്പറേഷണൽ എക്സ്പീരിയൻസ്, നമ്മൾ കാശ്മീരിലായാലും ശരി മറ്റു സ്ഥലത്തൊക്കെ ഓപ്പറേഷണൽ എക്സ്പീരിയൻസ് അപ്പോൾ ഒരു ഓപ്പറേഷനിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ളതിനുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് ഡെഫിനറ്റ്ലി ഞാനൊരു ഇന്ത്യൻ ഓഫീസർ എന്നാണ്ട് പറയാനല്ല, ഇന്ത്യൻ ഓഫീസേഴ്സ് അവിടെ സ്റ്റാൻഡ് ഔട്ട് ആവാറുണ്ട്. അത് ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി വുമൻ ഓഫീസേഴ്സ് ആയാലും ശരി അവർ റിയലി സ്റ്റാൻഡ് ഔട്ട് ചെയ്യാറുണ്ട്.